വി.എസ്. രഞ്ജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. വി.എസ്. രഞ്ജിത്ത്, നമസ്കാരം. നമ്മൾ ഈ ക്യാമ്പിൽ പോയി ഒരുപാട് മനുഷ്യരെ കണ്ടു, ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു. നമ്മൾ ഈ ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണല്ലോ. ഒരുപാട് കഥയായിരിക്കും രഞ്ജിത്ത് കേട്ടിട്ടുണ്ടാവുക. ഒരുപാട് ചോദ്യങ്ങളും അവരുടെ മുന്നിലുണ്ടല്ലേ. ഇനി എന്ത് ചെയ്യും എന്നതാണൊരു വലിയ ചോദ്യം. തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ നമ്മളിപ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴും അവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി ഒരു ജീവിതമുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു, സ്വത്തും മുതലും വീടും പരിസരവും നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറത്ത് അവരെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ, അമ്മയെ, അച്ഛനെ, മക്കളെ, സ്വന്തം കുഞ്ഞിനെ കൈവിട്ടു പോയ ഒരു അമ്മയുടെ വിലാപം പോലും നമ്മൾ കണ്ടു. അതായത് കൺമുന്നിലൂടെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഈ ഉരുൾപൊട്ടലിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ട ഒരു അമ്മ പോലും ഈ മേപ്പാടി ക്യാമ്പിൽ നിന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഥകളൊക്കെ കേട്ടു. ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ ചർച്ചകൾ ഈ പുനരധിവാസത്തെക്കുറിച്ചൊക്കെ പോകേണ്ടതുണ്ട്. ഇപ്പോഴും കൃത്യമായൊരു കണക്ക് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ 200-ൽ പരം ആളുകളെ കാണാനുണ്ട് പറയുമ്പോഴും എത്ര പേർ ഈ പാടികളിൽ താമസിക്കുന്നുണ്ടായിരുന്നു, അവിടെ എത്ര തൊഴിലാളികളുണ്ടായിരുന്നു, അതുപോലെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, അതിൽ തന്നെ എത്ര ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവരുണ്ട്, അതിൽ എത്ര വീടുകൾ ഇനി കിട്ടാനുണ്ട് എന്നുള്ളതിനൊരു കണക്കുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ ഒരു 3 വില്ലേജുകൾ, കോട്ടപ്പടി, തൃക്കൈപ്പറ്റ, വെള്ളാറമല പോലുള്ള 3 വില്ലേജുകൾ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്ര വീടുകളുണ്ടായിരുന്നു, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ട്, എത്ര പേരുടെ കൃഷിയിടം നഷ്ടപ്പെട്ടു, ഈ കണക്കുകൾ എടുക്കാനും പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള ആശങ്കയാണ് ഇവിടുത്തെ ആളുകൾക്ക് പങ്കുവെക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പിൽ, ഈ സ്കൂളാണിത്, എത്ര കാലം ഇവിടെ താമസിക്കാൻ പറ്റും, എത്ര വാടക വീടുകൾ എടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടൊപ്പം ഉണ്ട്, ഷഹദ്. ഇവിടെ ഇപ്പോൾ ഇവരെ ഈ സ്കൂളിൽ ഏറെക്കാലം താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഇവരെ വാടക വീടുകളിൽ മാറ്റണം, സ്വന്തമായി വീട് വെച്ച് കൊടുക്കണം. അപ്പോൾ എത്ര വീടുകൾ വെച്ച് കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചൊരു കണക്ക് ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലും പഞ്ചായത്തിൻ്റെ കയ്യിലും ഉണ്ടോ? കണക്ക് പൂർണ്ണമാവുന്നേ ഉള്ളൂ. പക്ഷേ വലിയൊരു ടാർഗറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്, സർക്കാരിന് മുമ്പിൽ വലിയ ടാർഗറ്റാണ്. അതിലിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം വെച്ചാൽ, കഴിഞ്ഞ 2019 പുത്തുമല ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് 105 വീടാണ് പോയത്. പൂർണ്ണമായിട്ടും പോയത് 63 വീടാണ്. ഭാഗികമായിട്ട് അതിൻ്റെ ബാക്കി പോയി. പക്ഷെ അവരെ പൂർണ്ണമായിട്ടും 7 ഏക്കർ ഭൂമിക്കകത്ത് 7 സെന്റ് ഭൂമി ഒരാൾക്ക് കൊടുത്തു. 687 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ട് പൂർണ്ണമായിട്ടും അവരെ മാറ്റി താമസിപ്പിച്ചു. അതിനോടൊപ്പം തന്നെയാണ് 10 ലക്ഷം രൂപ സർക്കാരിന് വാങ്ങിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം വാങ്ങിയിട്ട് അവർ വീട് വെച്ച ആൾക്കാരുമുണ്ട്. അത് ചെറിയൊരു സംഖ്യയാണ്. പക്ഷേ ഇതിനെ അങ്ങനെ കാണാൻ കഴിയില്ല. ഇതിനെ തീർച്ചയായും എത്ര വരും, ഏകദേശം എത്ര വരുന്നൊരു കണക്ക് പഞ്ചായത്തിൻ്റെ കയ്യിൽ കിട്ടി? ഏകദേശം വീടുകൾ തന്നെ ഒരു 600ഓളം വീടുകൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്നുകൂടെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇപ്പം എത്ര പേരെ കാണാനുണ്ട്? ഇപ്പോൾ നമ്മൾ 218 എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടു കിട്ടാനുള്ള അവിടെ എണ്ണം. അങ്ങനെ പഞ്ചായത്തിൻ്റെ കയ്യിൽ ഈ 3 വാർഡുകളിലായി ഇത്ര വീടുകൾ, ഇത്ര പേരെ ഇനിയും കണ്ടു കിട്ടാനുണ്ടെന്നുള്ള പരിശോധന നമുക്ക് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അത് നേരത്തെ കണക്ക് ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിനകത്ത് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇന്നൊക്കെ ഉള്ളത്. അത് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ പാതി വഴിയിലാണ് ഉള്ളത്. അത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ന് 10 മണിയാകുമ്പോഴേക്കും അതിൻ്റെ കണക്ക് പൂർത്തിയായി കിട്ടും. പക്ഷേ ഇപ്പോഴും വ്യക്തതയല്ല എത്ര ആൾ മരിച്ചു, ഏതെല്ലാം വീടുകൾ പോയി എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ഡീറ്റെയിൽ ഇതാണ് യഥാർത്ഥ കണക്കെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ഉച്ചയാകുമ്പോഴേക്കും ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഇന്ന് മുതൽ തയ്യാറാക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം നിന്നതെങ്കിൽ ഇനി പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമാണ്. അതിൽ എങ്ങനെയാണ് പുനരധിവാസം സാധ്യമാവുക, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും, എത്ര പേരെ ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു കണക്ക് കിട്ടേണ്ടതുണ്ട്. പറയേ നിങ്ങൾ എവിടെയാണ് എവിടെ? ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഫയലും കാര്യങ്ങളെല്ലാം ഓരോ വീട്ടിലുണ്ട്, സ്വർണ്ണങ്ങളുണ്ട്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓരോരുത്തർ സൗദിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിക്കുന്ന ഓരോ വീടിൻ്റെയും സ്ഥലങ്ങളിൽ പോയിട്ട് ഈ യൂട്യൂബറുണ്ടല്ലോ, അവരെല്ലാം അവിടെ എല്ലാം തപ്പി നടക്കുന്നത്, ഓരോ ഫോട്ടോകളും ഓരോ വീഡിയോസും വിട്ടുകൊണ്ടിരിക്കുക. അവരെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പം നിങ്ങളും ഞാനും എല്ലാവരും പോകുന്ന സമയത്ത് എൻ്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങളുടെ സ്വഭാവമായിരിക്കില്ല അവർക്ക്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ സ്ഥലക്ക് ഞാൻ പറഞ്ഞ എല്ലാ വീട്ടുകളിലും ഈ യൂട്യൂബറും അവരും വരും പോയിട്ട് ഇത് മൊത്തം തപ്പി നടക്കുന്നത്. ഒരു സാധനം പോലും എടുക്കാണ്ടാണ് ഓരോരുത്തരും രക്ഷപ്പെട്ടിട്ടുള്ളത്. അവിടെ വിലപിടിപ്പുള്ള സർട്ടിഫിക്കറ്റുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വർണം വരെ ഉണ്ട്, സ്വർണ്ണമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓരോ സാധനങ്ങളുണ്ട്. അപ്പം മൊബൈലുണ്ട്. അങ്ങനെയുള്ള നശിച്ചു പോകാത്ത വീടുകളുണ്ടല്ലോ, നിങ്ങൾ കൂട്ടിയിട്ട് പോകുന്ന വീടുകൾ. അത് മാത്രമല്ല, ഹൗസ് സ്റ്റോറിലുള്ളവരുണ്ട്, പിന്നെ താഴത്ത് നഷ്ടപ്പെടാത്തവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഈ യൂട്യൂബറും അവരും പോയിട്ട് ഈ സാധനങ്ങളെല്ലാം തപ്പിത്തരുന്നത് ഒരുപാട് പേര് കണ്ടവരുണ്ട് യൂട്യൂബിൽ. ഡോക്ടർ അരുൺ, ഇദ്ദേഹം പറയുന്നത് പേരെന്താണ്?
എൻ്റെ പേര് റഫീഖ്. തങ്ങളുടെ വീട് അവിടെയാണ്? എൻ്റെ വീട് ചൂരന്മലയാണ്. അവിടെ വീട് സേഫ് ആണല്ലേ? ഇല്ല, വീട് പോയതാണ്. അപ്പോൾ വീട് പോകാത്ത ആളുകളുടെ ഒരു ആശങ്ക കൂടിയാണ്. കാരണം അവിടെയൊക്കെ പൂട്ടിയിട്ട വീടുകളുണ്ട്, അവിടെ നിന്ന് ഒഴിഞ്ഞു പോയവർ. ആ വീടുകളിലേക്ക് പലരും കയറി ചെന്ന് അവിടുത്തെ സർട്ടിഫിക്കറ്റുകളും അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സുരക്ഷിതത്വം കൂടി ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച പോകേണ്ട സമയമായി. നമ്മളിപ്പോൾ മൃതദേഹങ്ങൾ തിരയുന്ന തിരക്കിലാണ്, അവിടെയൊക്കെ ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസം ഒരു പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ഈ പുനരധിവാസത്തെക്കുറിച്ചും ഇപ്പോൾ നിലവിൽ അവിടെ പൂട്ടിയിട്ട വീടുകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുമൊക്കെ സർക്കാർ തലത്തിൽ ആലോചനകൾ ഉണ്ടാവണം. ആ വീടുകളിലേക്ക് ഇവർക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ ആ വീടുകൾ സേഫായി അവിടുത്തെ സാമഗ്രികൾ സേഫായി മാറ്റിവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ച ആളുടെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? പേരൊന്നുകൂടി പറയാമോ? പേര് റഫീഖ്. നിങ്ങളുടെ വീട് എവിടെയായിരുന്നു സർ? വീട് ചൂരന്മല ടൗണിൽ തന്നെയാണ്. വി എസ് രഞ്ജിത്ത്, റഫീഖിനോട് പറഞ്ഞോളൂ. നമ്മളിപ്പോൾ തന്നെ മിനിസ്റ്ററെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ലൈവിൽ തന്നെ ഒരു പക്ഷേ മിനിസ്റ്ററുടെ റെസ്പോൺസ് നമുക്ക് കിട്ടും. അതിൽ പറഞ്ഞ സാധനങ്ങളല്ലോ ആരും ഒന്നും എടുത്തില്ല, എടുക്കാനുള്ള സമയമല്ല. തീർച്ചയായിട്ടും റഫീഖ് പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് മിനിസ്റ്ററെ ധരിപ്പിക്കാം. മിനിസ്റ്റർക്ക് അതിനകത്തൊരു ഉറപ്പ് നൽകാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റഫീഖ് ഇപ്പോൾ ഉന്നയിച്ചത്. റഫീഖിനോട് പറഞ്ഞോളൂ വി എസ് രഞ്ജിത്ത്, നമ്മളിപ്പോൾ തന്നെ മിനിസ്റ്ററെ ബന്ധപ്പെടും.